ചേഞ്ചിങ് എർത്ത് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് മിക്കവാറും ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ എൻഡോജനിക് മൂവ്മെൻറ്റുകളെ പറ്റിയാണ് പഠിച്ചത്. അന്തർജന്യ ചലനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭൂമിയുടെ സർഫസിനുള്ളിൽ നടക്കുന്ന മൂവ്മെൻറ്റുകളെ പറ്റിയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. എന്നാൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളപ്പോൾ എന്തായിരിക്കും? ഭൂമിയുടെ സർഫസിന് പുറത്ത് നടക്കുന്ന മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ്. നമ്മളതിനെ എന്ത് വിളിക്കും? എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് എക്സോജനിക് മൂവ്മെൻറ്റ്? അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ബാഹ്യജന്യ ചലനങ്ങളെന്ന് പറയും. ഇത് പറയും ബാഹ്യം എന്ന് പറയുമ്പോൾ പുറത്ത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എക്സിറ്റ്, പുറത്ത്, ആ ഒരു രീതിക്ക് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭൂമിയുടെ സർഫസിന് പുറത്ത് ഈ പറയുന്ന ഗ്രാവിറ്റി, ഒഴുകുന്ന വെള്ളം, വീശുന്ന കാറ്റ്, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറൊക്കെ കൊടുക്കുന്ന പ്രഷർ, അതുപോലെ കെമിക്കൽ ചേഞ്ചുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഫലമായിട്ട് പലതരം ചലനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, പിന്നെ വരുന്നതാണ് മാസ് വേസ്റ്റിംഗ് എന്നിങ്ങനെ എക്സോജനിക് ചലനങ്ങളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. ഈ ഓരോ എക്സോജനിക് ചലനങ്ങൾക്കും എന്തുണ്ടാകും? ഒരു പോസിറ്റീവായിട്ടുള്ള ഫോഴ്സ് ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു പോസിറ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കറക്റ്റ് വിളിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാണ്. ഇത് നടക്കാനായിട്ട് അതിന് കാരണമാകുന്ന ചില ഫോഴ്സുകളുണ്ടാകും. ആ ഫോഴ്സുകളെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് എന്ത് ചെയ്തത്? നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഏതൊക്കെ ഫോഴ്സ്? വെള്ളം, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, മോളിക്യൂൾസിനുണ്ടാകുന്ന വ്യത്യാസം എന്നിങ്ങനെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ സർഫസിന് the movement or the process, the exogenic movement are the process that act on the surface of the earth due to external forces. ഓരോ എക്സോജനിക് പ്രോസസ്സ് നടക്കാനും അതിന് പുറകിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാറകൾ പൊടിഞ്ഞ് അതിൻ്റെ പൊസിഷൻ ഒരു സ്ഥലത്ത് നിന്ന് മാറുന്നു, അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോൾ അതിനോടൊപ്പം മണ്ണ് ഇങ്ങനെ പോകുന്നു, വെള്ളം ഒഴുകി പോകുമ്പോൾ അതിനോടൊപ്പം ചെളിയും കല്ലുകളും ഒക്കെ ഒഴുകി പോകുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ചലനങ്ങളല്ലേ. അപ്പോൾ ഇതാണ് എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോജനിക് മൂവ്മെൻറ്റിന് നമുക്ക് എത്രയായിട്ട് തിരിക്കാടാ? 3 തിരിക്കാം. ഏതൊക്കെയാണ്? വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, മാസ് വേസ്റ്റിംഗ്. ഇവർ 3 പേരെയും പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിലാദ്യം വരുന്ന വെതറിങ്ങിൻ്റെ ഈ പറയുന്ന ഡ്രൈവിംഗ് ഫോഴ്സസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാറയ്ക്ക് പൊട്ടൽ സംഭവിച്ച് അത് ചെറിയ തരികളായി പൊടിഞ്ഞു പോകുന്നതിനെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുന്നത്? വെതറിങ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കും? അപക്ഷയം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അപക്ഷയം എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? വെതറിങ്ങിനെ വിളിക്കുന്നത്. അപ്പോൾ വെതറിങ്ങിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ആരൊക്കെയാണ് വെതറിങ് ഉണ്ടാക്കുന്നത്? ഒന്ന് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ഉണ്ട്, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് നമ്മുടെ പാറകൾ ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച്. മോളിക്കുലാർ സ്ട്രെസ് എന്ന് വെച്ചാൽ പ്രഷർ കൊടുക്കുന്ന വ്യത്യാസം. ബയോ കെമിക്കൽ ആക്ഷൻസ് നമുക്കത് വിശദമായിട്ട് പഠിക്കാം. ഇനി ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. അല്ല, എന്ത് പറ്റുന്നു? ഈ പറയുന്ന സാധനങ്ങൾ പൊടിഞ്ഞു പോകുന്നു, അതിനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ മാറുന്നു. അതാണ് നമ്മളെന്ത്? ഇറോഷൻ എന്ന് വിളിക്കുന്നത്. ഈ കൊണ്ടുപോകുന്ന പ്രോസസ്സിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കും. കൊണ്ടിടുന്ന പ്രോസസ്സ് നമ്മൾ എന്ത് വിളിക്കും? ഡെപ്പോസിഷൻ എന്ന് വിളിക്കും. അധികം പഠിക്കേണ്ട, എങ്കിലും കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരാരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ്? റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യർ, വിൻഡ്, വേവ്സ്, അതുപോലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആക്ഷൻസ്. ഇവരുള്ള കൈനറ്റിക് എനർജിയാണ് ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി മാസ് വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉരുൾപൊട്ടൽ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഉരുൾപൊട്ടൽ അറിഞ്ഞാത്ത ഒരു മലയാളിയും കാണത്തില്ല. അപ്പോൾ എന്താ പറ്റിയത്? എന്തുകൊണ്ടാണ് ഈ മലയൊക്കെ ഇടിഞ്ഞിങ്ങനെ താഴോട്ട് വീഴുന്നത്? ഈ പറയുന്നതിനൊക്കെ ഗ്രാവിറ്റി ഇങ്ങനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? അപ്പോൾ അത് ഒരുമിച്ചിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ആ ഒരുമിച്ചിരിക്കുന്ന ശക്തി അപ്പോൾ നഷ്ടപ്പെട്ടു. അതെല്ലാം കൂടി എന്ത് ചെയ്യും? പൊളിഞ്ഞ് താഴേക്ക് വീഴും. ഒരു ബിൽഡിങ് നമ്മൾ സിമൻ്റൊക്കെ വെച്ച് സ്ട്രോങ് ആയി ഉറപ്പിച്ച് വയ്ക്കുമ്പോൾ അതവിടെ ഇരിക്കും. എങ്ങാനും വീക്കായാൽ പൊടിഞ്ഞ് താഴെ വീഴും. എന്തുകൊണ്ടാണ്? കാരണം എപ്പോഴും ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്? വലിക്കുകയാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം മാസ് വേസ്റ്റായി താഴോട്ട് പോകുന്നു എന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് മാസ് വേസ്റ്റിംഗ് കിട്ടും. അപ്പോൾ മലയാളം എന്താണ്? ഇറോഷൻ ആണെങ്കിൽ അപരദനം, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ വഹനം, ഡെപ്പോസിഷൻ ആണെങ്കിൽ നിക്ഷേപണം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, ഗ്ലേഷ്യറിനാണ് ഹിമാനി എന്ന് പറയുന്നത്, വലിയ ഐസിൻ്റെ ഷീറ്റ്.
അതുപോലെയാണ് എന്ത് ഭൂദ്രവ്യ ശോഷണം അഥവാ മാസ് വേസ്റ്റിംഗ്, അതിൻ്റെ കാരണം ഗുരുത്വാകർഷണമാണ്. രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ എക്സോജനിക് മൂവ്മെൻറ്റുകളിൽ എന്തൊക്കെ വരും? അപക്ഷയം വരും അഥവാ വെതറിങ് വരും, അപരതന വഹനം, അതുപോലെ തന്നെ നിക്ഷേപണം അഥവാ ഇറോഷൻ, ഡെപ്പോസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ വരും. അതുപോലെ വരുന്നതാണ് എന്ത് ഭൂദ്രവ്യ ശോഷണം അല്ലെങ്കിൽ മാസ് വേസ്റ്റിംഗ്. ഇത് മൂന്നും എക്സോജനിക് മൂവ്മെൻറ്റുകളാകുന്നു. ഈ മൂന്ന് കാരണങ്ങളാൽ നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള പല വസ്തുക്കൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണങ്ങൾ എക്സോജനിക് മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ എക്സോജനിക് ഫോഴ്സുകളാണ്. അവരെ പ്രേരക ബലങ്ങൾ അല്ലെങ്കിൽ അവർ ഓരോന്നിനും കാരണമായുള്ളവരെ ഡ്രൈവിംഗ് ഫോഴ്സുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഓരോന്നും എടുത്ത് പഠിച്ചാലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി? നമ്മുടെ ഭൂമി നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭൂമി അല്ലേ, ഈ പറയുന്ന നമ്മുടെ ഭൂമി, ഈ ഭൂമി നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ സർഫസിന് പുറത്തായിട്ട് അല്ലേ, ഭൂമിയുടെ സർഫസിന് പുറത്തായിട്ട് അല്ലേ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. എന്ത് നടക്കുന്നുണ്ട്? വലിയ പാറകളൊക്കെ പൊടിഞ്ഞ് ചെറിയ തരികളായി മാറുന്നു, വെതറിങ്. ഈ വെതറിങ് സംഭവിച്ച സാധനത്തിനെ ഒഴുകുന്ന വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു, അതിനെ വിളിക്കുന്ന പേര് ഇറോഷൻ. കൊണ്ടുപോകുന്നതിനെ വിളിക്കുന്ന പേര് ട്രാൻസ്പോർട്ടേഷൻ. പാറ പൊടിയുന്നതിനെ വിളിക്കുന്ന പേര് വെതറിങ്. ഇത് കൊണ്ട് ഇടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെപ്പോസിഷൻ. എന്താണ്? ഡെപ്പോസിഷൻ. ഓക്കെ ആണോ? ഇനി ഇതല്ലാതെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന വലിയ മൗണ്ടൻസും സാധനങ്ങളുടെയൊക്കെ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് പതിക്കും. അത് നമ്മൾ മാസ് വേസ്റ്റിംഗ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോജനിക് മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ എന്താണ് ബാഹ്യജന്യ ചലനങ്ങളെന്ന് വിളിക്കുന്നത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാമല്ലോ. ആദ്യം നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്? വെതറിങ്. അപ്പോൾ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, വലിയൊരു പാറ ചില കാരണങ്ങളാൽ പൊടിഞ്ഞ് ചെറിയ ചെറിയ തരികളായി മാറുന്നതിനെയാണ് നമ്മൾ വെതറിങ് എന്ന് വിളിക്കുന്നത്. വെതറിങ് 3 രീതിയിലാണ് നടക്കുന്നത്: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് ഒരു പാറ ഇരിക്കുവാണേ. ഈ പാറ ദിവസവും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? അത് കോൺട്രാക്റ്റ് ചെയ്യും, ചുരുങ്ങും. അപ്പോൾ ഒരു സാധനം ഇപ്പോഴും ഇങ്ങനെ വലുതാവുന്നു ചുരുങ്ങുന്നു വലുതാവുന്നു ചുരുങ്ങുന്നു, അതിന് ബലക്ഷയം സംഭവിക്കത്തില്ലേ? അപ്പോൾ ബലക്ഷയം സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? അതിൽ ചെറിയ ക്രാക്കുകൾ വീഴത്തില്ലേ, പൊട്ടലുണ്ടാവത്തില്ലേ? ഈ ക്രാക്ക് വന്ന ഭാഗത്ത് വെച്ച് ഇത് പിളർന്ന് മറ്റൊരു കഷ്ണമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഇതാണ് വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമല്ലേ, ടെമ്പറേച്ചർ കൊടുക്കുന്ന സ്ട്രെസ് അല്ലേ. അപ്പോൾ അതെന്തിനെ ഇതായിട്ട് കണക്കാക്കാം? ഫിസിക്കൽ വെതറിങ് ആയിട്ട് കണക്കാക്കാം. ഇനി ക്രാക്ക് സംഭവിച്ചു. അപ്പോൾ ഈ ക്രാക്കിലൂടെ എന്ത് ചെയ്യാം? വെള്ളമൊക്കെ ഇറങ്ങിപ്പോവാം. പോയിക്കൂടെ? ഈ ക്രാക്കിലൂടെ എന്ത് ചെയ്യാം? വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും. അതായത് ഒരു പാറയാണ്, ഇവിടെ ഒരു ക്രാക്കുണ്ട്. ഈ ക്രാക്കിൽ മൊത്തം ഇപ്പോൾ എന്ത് നിറഞ്ഞിരിക്കുകയാണ്? വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം തണുപ്പ് ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കും ഈ വെള്ളം എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. അടുത്ത ടെമ്പറേച്ചർ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? തിരിച്ച് വീണ്ടും വെള്ളമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയിൽ എന്ത് വരും? മാറ്റം വരും. അപ്പോൾ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ഇവിടെ ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ടാകത്തില്ലേ? ആ പ്രഷർ കാരണം ഇവിടെ എന്തുണ്ടാകാം? ക്രാക്ക് ഉണ്ടാകാം. അതും എന്ത് തന്നെയാണ്? ഫിസിക്കൽ വെതറിങ് ആണ്. അപ്പോൾ ഫിസിക്കൽ വെതറിങ് 2 കാര്യങ്ങളുണ്ടല്ലേ. രണ്ടായാലും ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ്. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ക്രാക്കുകളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന പ്രഷർ കാരണവും ആകാം. അപ്പോൾ പ്രഷറും സ്ട്രെസ്സും ഒക്കെ നമ്മൾ ഫിസിക്സിലല്ലേ പഠിക്കുന്നത് അല്ലേ? പ്രഷറും സ്ട്രെസ്സും അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്പാൻഷനൊക്കെ നമ്മൾ ഫിസിക്സിലല്ലേ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാം? ഫിസിക്കൽ വെതറിങ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഭൗതിക വെതറിങ് എന്ന് വിളിക്കാം. വിളിച്ചൂടെ? വിളിക്കാം. എന്നാൽ പിന്നെ എന്താ കെമിക്കൽ വെതറിങ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിൽ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നീരാവി, ഇതൊക്കെ ഈ പാറകളിൽ കാണുന്ന മിനറലുകളുമായിട്ട് എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യാം. നമ്മുടെ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ചിന്തിച്ച് നോക്ക്. പുറത്ത് കിടക്കുന്ന ഇരുമ്പ് ഈ പറയുന്ന വെള്ളവും ഓക്സിജനുമായിട്ടൊക്കെ സംഭവിച്ചത് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ സംഭവിച്ചിട്ട് എന്ത് പറ്റും? അതിന് മാറ്റം സംഭവിക്കും. അപ്പോൾ അതേപോലെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം പാറ വീക്കായി പൊട്ടിപ്പോയാൽ അത് കെമിക്കൽ വെതറിങ്. ഇനി എന്താ ബയോളജിക്കൽ വെതറിങ്? ഒരു വലിയ മരം അല്ലെങ്കിൽ ഒരു ചെടി നിൽക്കുകയാണ്. ഈ ചെടിയുടെ വേരുകൾ എന്ത് ചെയ്യും? ഈ പാറകളിലൂടെ ഇങ്ങനെ പിടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരു വലിയ മരമാണെങ്കിലോ ആ വേരിന് ആ പാറയെ തന്നെ എന്ത് ചെയ്യാൻ? പിളർക്കാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ അത് ബയോളജിക്കൽ വെതറിങ്. അല്ലെങ്കിൽ ഈ പറയുന്ന മാളങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളുണ്ടല്ലോ, നമ്മുടെ തുരപ്പനെലി പോലുള്ള സാധനങ്ങൾ, പെരിച്ചാഴിയെ പോലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? തുരന്നു പോകത്തില്ലേ? അപ്പോൾ ഈ മാളങ്ങൾ ഉണ്ടാകുമ്പോഴും പാറകൾ വീക്കാവുകയാണ്. എന്ന് വെച്ചാൽ ഇഗ്നിയസ് പാറ മാത്രമല്ലല്ലോ ഉള്ളത്, സെഡിമെൻ്ററി മെറ്റമോർഫിക് ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിനൊക്കെ എന്ത് സംഭവിക്കാം? വീക്കനിങ് സംഭവിക്കാം.
ഇതാണ് വെതറിങ്. ഓക്കെ ആണോ? ഇതാണ് എന്ത് വെതറിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ചില ബാഹ്യജന്യ പ്രക്രിയകളുടെ ഫലമായി എക്സോജനിക് ഫോഴ്സുകളുടെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? ശിലകൾ ഭൗതികമായി പൊട്ടിപ്പൊടിയുകയോ രാസപരമായി വിഘടിക്കുകയോ ചെയ്യും. അതായത് ഫിസിക്കലി അത് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ എന്താണ് കെമിക്കലി അത് ഡീകമ്പോസ് ആവുകയോ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് വിളിക്കും? അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്ന് വിളിക്കും. അപ്പോൾ വാട്ട് ഈസ് വെതറിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇവിടെ നോക്കിയോ, എന്താ വെതറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ various changes over a long period of time. Okay, because of certain exogenic forces, rocks are mechanically disintegrated എന്ന് വെച്ചാൽ പൊടിഞ്ഞു പോകുന്നു. or chemically decomposes, കെമിക്കലി എന്ത് ചെയ്യുന്നു? അത് റിയാക്ട് ചെയ്ത് ഇല്ലാതാകുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെതറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാറകളിൽ മാറ്റം സംഭവിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിങ് അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നത്? അപക്ഷയം എന്ന് വിളിക്കുന്നത്. അപക്ഷയത്തെ എത്ര തിരിക്കാം? 3 തിരിക്കാം. ഏതൊക്കെയെന്ന് പറയും നിങ്ങൾ? ഫിസിക്കല്, കെമിക്കല്, ബയോളജിക്കല്. അപ്പോൾ നോക്കട്ടെ, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും? ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം പാറയിലുണ്ടാകുന്ന മിനറലുകൾ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ഇത് കാലങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ അത് പാറയെ വീക്കാക്കി പൊട്ടിക്കുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന പാറകൾക്കുള്ളിൽ വെള്ളം ട്രാപ്പായി കിടക്കുകയും ഇത് ഫ്രീസ് ചെയ്ത് ഐസാവുകയും നീരാവിയായി മാറുകയും ചെയ്യുമ്പോൾ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കാരണം എന്ത് പറ്റും? ഫോഴ്സ് ഉണ്ടാവും, അങ്ങനെ പാറകൾ പൊടിഞ്ഞു പോകും. അപ്പോൾ കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ എലമെൻറ്റുകളിലോട്ടൊക്കെ പോകും അല്ലേ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ പോലെയുള്ളവ പാറകളുമായി കെമിക്കലി റിയാക്ട് ചെയ്ത് കണ്ടോ അലിഞ്ഞു പോവുകയാണ് വെള്ളവുമായിട്ട് ചേർന്ന് അല്ലേ? അപ്പോൾ അതൊക്കെ എന്തിനകത്ത് വരും? കെമിക്കൽ വെതറിങ്ങിനകത്ത് വരും. അപ്പോൾ ഡീകമ്പോസിഷൻ സംഭവിക്കും പാറകൾക്ക്. ഇനി എന്താ ബയോളജിക്കൽ എന്ന് വെച്ചാൽ ജീവജാലങ്ങൾ, ചെടികൾ ജീവനുള്ളവയല്ലേ? അതുപോലെ ഈ ബൊറോയിങ് അനിമൽസ് എന്ന് വെച്ചാൽ മൃഗങ്ങളല്ലേ? ബയോളജിക്കലല്ലേ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രൊട്രൂഷൻ ഓഫ് പ്ലാന്റ് റൂട്ട്സ് എന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ വേരുകൾ പാറകളിലേക്ക് ഇറങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മാളങ്ങൾ ഉണ്ടാക്കുന്ന ജീവികൾ പാറകളിൽ ഹോൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ അനിമൽസൊക്കെ മരിച്ചതിന് ശേഷം ഡീക്കേ ആകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആസിഡ്സ് പോലെയുള്ള സാധനങ്ങളും പാറകൾ എന്ത് ചെയ്യാം? ഡീകമ്പോസ് ചെയ്യാം. അതാണ് 3 തരം വെതറിങ്. ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യം അല്ലേ? വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാറകൾ വീക്കായി പൊട്ടിപ്പോകുന്ന അവസ്ഥ. 3 തരത്തിൽ: ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഫിസിക്കൽ എന്ന് വെച്ചാൽ ഭൗതിക അപക്ഷയം, കെമിക്കൽ എന്ന് വെച്ചാൽ രാസിക അപക്ഷയം, ബയോളജിക്കൽ എന്ന് വെച്ചാൽ ജൈവിക അപക്ഷയം. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ താപവ്യതിയാനം മൂലം ശിലാധാതുക്കൾ അഥവാ മിനറൽസ് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാലക്രമേണ ഇതെന്താണ്? ശിലകൾ പൊടിയുന്നതിന് കാരണമാകുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളത്തുള്ളികൾ പാറകൾക്കിടയിലിരിക്കുമ്പോൾ തണുക്കുമ്പോൾ അത് ഐസായി മാറുകയും പിന്നീട് വെള്ളമാകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു, അങ്ങനെ പൊട്ടുന്നു. പിന്നെന്താണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ശിലകളുടെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായി വിഘടിക്കുകയും ചെയ്യുന്നു. അതും മറ്റൊരു കാരണം. അതിന് വിളിക്കുന്ന പേര് രാസിക അപക്ഷയം. അപ്പോൾ ജൈവികം എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ, സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലൂടെ ആഴ്ന്നിറങ്ങുകയും ചെറുജീവികൾ, അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം. ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ ജീർണിക്കുമ്പോൾ ഉണ്ടാകുന്നതും എന്താണ്? ബയോളജിക്കൽ അഥവാ ജൈവിക അപക്ഷയം എന്ന് വിളിക്കാം. 3 ഓക്കെ അല്ലേ? വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പഠിക്കുമല്ലോ. നോട്ടിനകത്ത് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നോട്ട് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിലുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കുക. വാട്സാപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് പലരും ലെഫ്റ്റായി, നോട്ട് കിട്ടിക്കഴിയുമ്പോൾ ലെഫ്റ്റായി പോയിട്ട് റീജോയിൻ ചെയ്യുമ്പോൾ കുഴപ്പം എന്താണ്? മുന്നത്തെ നോട്ടുകളൊന്നും കിട്ടാതെ പിന്നെ അവിടെ കിടന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അറിയാലോ, എല്ലാവർക്കും തിരക്കാണ്. ഈ പറയുന്ന ഗ്രൂപ്പ് അംഗങ്ങൾക്കും തിരക്കായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾ സമയമാകുമ്പോൾ വരുന്നു, ജോയിൻ ചെയ്യുന്നു, നോട്ട് എടുക്കുന്നു, ലെഫ്റ്റ് ആവുന്നു, പിന്നെ വീണ്ടും വന്ന് ജോയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും എപ്പോഴും നോട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോട്ട് വേണമെന്നുള്ളവർ ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ ചാനലിൽ തന്നെ തുടരുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല വഴി ടെലഗ്രാമിൽ അങ്ങ് ജോയിൻ ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. എപ്പോൾ വേണോ എക്സിറ്റ് ആവാം, എപ്പോൾ വേണോ ജോയിൻ ചെയ്യാം. രണ്ടിനും എൻ്റെ ഒരു പെർമിഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം അവിടെ കോൺടാക്റ്റ് ഒന്നും ഷെയർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വാട്സാപ്പിനകത്ത് പെർമിഷൻ വെച്ചേക്കുന്നത്. കാരണം പലപ്പോൾ സ്പാമിംഗ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാട്സാപ്പിലത് വെച്ചേക്കുന്നത്. കാരണം നമ്പറൊക്കെ മിസ്സായി കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ, ശരി. അടുത്ത് വരുന്നത് വെതറിങ്. നമുക്ക് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വെതറിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസസ് വെതറിങ്? ഉറപ്പായിട്ടുമുണ്ട്. എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വെതറിങ്ങിന് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്?
ബാക്കി പോയിന്റുകളൊക്കെ സിമ്പിളാണേ, പറയുന്നില്ല, നോട്ട് നോക്കിയൊക്കെ കൊണ്ടാൽ മതി. മനുഷ്യൻ്റെ ആക്ടിവിറ്റീസിൽ മൈനിങ് അല്ലേ, ഖനികളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത്, പിന്നെ പാറകൾ പൊട്ടിച്ചെടുക്കുന്ന ക്വാറിയിങ്, ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ എന്ത് പറ്റും? മരങ്ങൾ, മണ്ണിൽ പറയുന്ന മരങ്ങൾ ഇല്ലാതാവുമ്പോൾ വെള്ളവുമായിട്ടുള്ള റിയാക്ഷൻ കൂടും. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി പാറകൾ ഇടിക്കാറുണ്ട്. ഫാമിങ്ങിന് വേണ്ടിയിട്ട് കെമിക്കൽ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നതിലൂടെ, ഫോസിൽ ഫ്യൂവലുകൾ ബേൺ ചെയ്യുന്നതിലൂടെ ആസിഡ് റെയിൻ പോലെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. എക്സ്പ്ലോസീവ്സുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ എന്താണ് വാക്കിംഗ് ഓർ ട്രാംബ്ലിംഗ് പാത്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നടക്കുമ്പോഴും പാറകൾ പൊടിയുന്നുണ്ട്, അല്ലെങ്കിൽ നിലമിടിച്ച് നികത്തുമ്പോഴും ഒക്കെ എന്താണ് പാറകൾ പൊടിയുന്നു. അപ്പോൾ എവിടെ പാറ പൊടിഞ്ഞാലും ദാറ്റ് ഈസ് വെതറിങ്. അതെന്തുവാണ്? വെതറിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ വെതറിങ് മനുഷ്യൻ എങ്ങനെയാണ് ഉപയോഗപ്രദമാവുന്നത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള മണ്ണ്, സത്യത്തിൽ പാറ പൊടിഞ്ഞല്ലേ ഉണ്ടാകുന്നത് മണ്ണ്. സോ വെതറിങ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സോയിൽ. മണ്ണുണ്ടാവാൻ സഹായിക്കുന്നത് വെതറിങ് ആണ്. മിനറലുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതും പാറകൾ ഇത്തരത്തിൽ പൊടിയുന്നത് കൊണ്ട് തന്നെ ആകുന്നു. കോസസ് മിനറൽ എൻറിച്ച്മെൻറ്റ്, അതായത് ഇപ്പോൾ കെമിക്കൽ വെതറിങ്ങിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ പലതരം നല്ല ചെടിക്ക് ആവശ്യമായിട്ടുള്ള മിനറലുകൾ അലിഞ്ഞ് അത് കൃഷിയിടത്ത് വന്നാൽ അതെന്തായിരിക്കും? മിനറൽ എൻറിച്ച്മെൻറ്റ് ആവത്തില്ലേ? ഇറ്റ് മേക്സ് മൈനിങ് ഈസിയർ അല്ലേ? മൈനിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കാനും ഇതെന്ത് ചെയ്യും? സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്താ മൈനിങ്ങിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൈനിങ് അല്ലെങ്കിൽ വെതറിങ്ങിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് പ്രയോജനകരമായി മാറുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. അത് ശിലകളിലെ ധാതുക്കൾ വേർതിരിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ധാതു സമ്പുഷ്ടീകരണം, അതായത് എന്താണ് ഈ പറയുന്ന എൻറിച്ച്മെൻറ്റ്, അതുപോലെ ഖനന പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ വെതറിങ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത എക്സോജനിക് മൂവ്മെൻ്റ് ആണ് എന്ത്? അപരദനം അഥവാ ഇറോഷൻ, വഹനം അഥവാ ട്രാൻസ്പോർട്ടേഷൻ, നിക്ഷേപനം അഥവാ ഡെപ്പോസിഷൻ. ഇതിനെ പറ്റിയിട്ട് ഒരു പോയിന്റ് ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ജിയോമോർഫിക് ഏജൻറ്റുകൾ അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായികൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവൻ്റെ ഭൂരൂപീകരണ സഹായികളാകുന്നത്? വെള്ളം, ഒഴുകുന്ന വെള്ളം അല്ലേ, ഒഴുകുന്ന വെള്ളം, ഇതടപ്പുണ്ട്, കണ്ടോ, ഇത്രേ പറയുന്നുള്ളൂ. Do you remember that we learned in the lower classes how rock fragment formed by the weathering or the other process are moved from one place to another by running water, glacier, wind waves? ഈ പറയുന്ന റണ്ണിങ് വാട്ടറിനെയും ഗ്ലേഷ്യറിനെയും വിൻഡിനെയും വേവിനെയും അല്ലേ നമ്മൾ ജിയോമോർഫിക് ഏജൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റണ്ണിങ് വാട്ടർ, വിൻഡ് ആൻഡ് വേവ്സ് മൂവ് ദ റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. കാറ്റടിക്കുമ്പോൾ ചെറിയ മൺതരികൾ എന്ത് ചെയ്യുന്നു? ഒരിടത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുന്നു അല്ലേ? നമ്മൾ ഡീഫ്ലേഷൻ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഇറോഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് കാരണം പലതരം ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം ഡെസേർട്ടിൻ്റെ ചാപ്റ്ററൊക്കെ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സാൻഡി സ്ട്രെച്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പാറയുടെ തരികളെ ഒന്നുകിൽ കാറ്റ്, അല്ലെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന ഐസിൻ്റെ ഷീറ്റ്, അല്ലെങ്കിൽ തിരമാലകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിഷൻ, എടുത്തുകൊണ്ട് പോകുന്നത് ഇറോഷൻ, കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ഫൈൻ, തീർന്നു. അടുത്തിലോട്ട് പോകാമല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? ഭൂദ്രവ്യ ശോഷണം അല്ലെങ്കിൽ മാസ് വേസ്റ്റിംഗ്. അപ്പോൾ എന്താ സംഭവം? നിങ്ങളിതാ ഇവിടെ കാണുന്ന സംഭവം നോക്കിയേ, കണ്ടോ? ഇവിടെ വെള്ളം എന്ത് പറ്റി? അല്ലെങ്കിൽ ഈ പറയുന്ന പാറയുടെ മുകളിലുണ്ടായിരുന്ന ചെളി മൊത്തം എന്ത് പറ്റി? ഒറ്റയടിക്ക് ഒഴുകി താഴേക്ക് വന്നിങ്ങനെ നിൽക്കുകയല്ലേ? അപ്പോൾ ആരാ വെള്ളത്തിന് താഴോട്ട് കൊണ്ടുവന്നേ? നിങ്ങൾ ആരെങ്കിലും പോയി പമ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ? അല്ലല്ലോ. ഗുരുത്വാകർഷണ ബലമാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ സെൻറ്ററിലോട്ട് ഒരേ ഫോഴ്സിൽ അട്രാക്റ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് കാരണം ഇവിടെ കണ്ടോ, ഈ പാറയുടെ കഷ്ണം എന്താ ഈ മലയിൽ നിന്ന് പൊടിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ ഈ പാറകൾ ഇവിടെ മുകളിൽ നിന്ന് ഇളകി വീണതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് കണ്ടോ? ഇതിനൊക്കെ പിന്നിലുള്ള കാരണക്കാരനാരാണ്? ഗുരുത്വാകർഷണ ബലം. അപ്പോൾ എന്താണ് മാസ് വേസ്റ്റിംഗ്? ഗുരുത്വാകർഷണ ബലത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സഹായത്തോടെ ഈ പറയുന്ന ഭാഗങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഓക്കെ, നോക്കടാ. മൂവ്മെൻറ്റ് ഓർ ഫോൾ ഓഫ് റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഓർ എർത്ത് മെറ്റീരിയൽ ഡൗൺ എ സ്ലോപ്പ് അണ്ടർ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ പുൾ. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം കാരണം എന്ത് പറ്റുന്നു? ഗുരുത്വാകർഷണ ബലത്താൽ നേരിട്ടുള്ള സ്വാധീനം കാരണം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമവസ്തുക്കൾ ചരിവുള്ള ഭൂപ്രതലത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്താണ് ഭൂദ്രവ്യ ശോഷണം അല്ലെങ്കിൽ മാസ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് സ്ലോ ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റാപ്പിഡായിട്ട് നടക്കാം, പെട്ടെന്ന് നടക്കാം, പതിയെ നടക്കാം.
ഇത് ചെറിയൊരു ലെയർ, നമ്മുടെ മണ്ണിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ചരിഞ്ഞ ഭാഗത്ത് ടോപ്പ് സോയിൽ ഭയങ്കര കുറവായിരിക്കും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചരിഞ്ഞ ഭാഗത്ത് പുറത്ത് നമുക്ക് ഈ വാരിയെടുക്കാൻ പറ്റുന്ന മണ്ണിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും അല്ലേ. എന്നാൽ അതിൻ്റെ താഴ്വര ഭാഗത്താണെങ്കിൽ നിറച്ച് മണ്ണ് വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ലെയറിലും സംഭവിക്കാം, വലിയ ക്വാണ്ടിറ്റിയിലും സംഭവിക്കാം. ഈ പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മളതിന് ലോമന പേരിട്ട് വിളിക്കും. എന്താണ്? ഉരുൾപൊട്ടൽ. എന്താണ്? ഉരുൾപൊട്ടൽ. നമ്മളെല്ലാത്തിനെയും ഒറ്റയടിക്ക് ഉരുൾപൊട്ടൽ എന്ന് പറയുമെങ്കിലും അതിന് പല വ്യത്യാസങ്ങളുണ്ട്. പാറയും ചെളിയും ഒഴുകി വരുന്നതാകാം, അല്ലെങ്കിൽ ഒരു മലയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞു വരുന്നതാകാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊണ്ട് ഭൂമിയുടെ ഒരു ഭാഗം അങ്ങ് ഇരുന്നു പോകുന്നതും ഒക്കെ ഇതിനകത്ത് വരാം. ഓക്കെ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭാഗ്യവശാൽ ഉരുൾപൊട്ടലിൻ്റെ കാര്യത്തിൽ വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലമാണ്. കാരണം പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട്സ് ആണ് നമുക്ക് ഒരു ബോർഡർ ആയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് കടലുകൊണ്ട്, അപ്പോൾ സുനാമിയും പ്രതീക്ഷിക്കാം, അതുപോലെ ഇതും പ്രതീക്ഷിക്കാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണെന്ന് കേരളത്തിലുള്ള ആർക്കും പറഞ്ഞു തരേണ്ട. നമ്മൾ പല പല ഇൻസിഡൻറ്റുകൾ, വളരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താ ഉരുൾപൊട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉരുൾപൊട്ടൽ ഈസ് എ ടൈപ്പ് ഓഫ് മാസ് വേസ്റ്റിംഗ്. അപ്പോൾ അത് മാസ് വേസ്റ്റിംഗ് തന്നെയാണ്. എന്ത് പറ്റും? ദ ഫിനോമിനൻ ഓഫ് fall or movement of the rock or the topsoil from higher to the lower area under the direct influence of gravity is known as mass wasting. നമ്മളിപ്പോൾ പറഞ്ഞു. അതിൽ എന്തൊക്കെ വരും? ലാൻഡ് സ്ലൈഡ് വരും, റോക്ക് ഫോൾ വരും, ലാൻഡ് ഫോൾ വരും, റോക്ക് ഫോൾ വരും, ലാൻഡ് സ്ലൈഡ് വരും, ഡീബ്രി ഫ്ലോ വരും, അതുപോലെ തന്നെ എന്താണ്, ലാൻഡ് സബ്സിഡൻസും വരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? മാസ് വേസ്റ്റിങ്ങുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. The sudden movement of rock debris and soil mixed with water down a steep slope under the direct influence of gravity is called debris flow. അപ്പോൾ എന്താണ് ഡിബ്രീസ് ഫ്ലോ ചെയ്യുന്നത്? ഡിബ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോൾ ഈ സഡനായിട്ട് ഈ പറയുന്ന എന്തൊക്കെ? പാറയുടെ കഷ്ണങ്ങൾ മണ്ണുമായി മിക്സ് ചെയ്ത് വെള്ളത്തോടൊപ്പം ചേർന്ന് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നതിനെയാണ് നമ്മൾ ഡീബ്രി ഫ്ലോസ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിലും അത് കാര്യം. ഇനി എന്താണ് ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ് സ്ലൈഡ് റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് സ്ലൈഡിങ് ഓഫ് എ പോർഷൻ ഓഫ് എ മൗണ്ടൻ. അല്ലേ, ഒരു മൗണ്ടൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പോലത്തെ ഭാഗം പെട്ടെന്ന് ഇളകി വീണാൽ, ഇപ്പോൾ കല്ലും മണ്ണും മാത്രം വീണാൽ അത് ഡീബ്രി ഫ്ലോ. പാറ മൊത്തമായി ഇളകി വീണാൽ അത് എന്താണ്? ലാൻഡ് സ്ലൈഡ് എന്ന് പറയും. ഓക്കെ, ഇൻ ദ ഹില്ലി ഏരിയാസ് ഓഫ് കേരള ഇൻറ്റൻസ് റെയിൻഫോൾ ഓഫൺ ട്രിഗർ ലാൻഡ് സ്ലൈഡ്സ് ഓർ ഡീബ്രി ഫ്ലോസ്. ഇനി ലാൻഡ് ഫോളും അതുപോലെ തന്നെ റോക്ക് ഫോളും മനസ്സിലാവുമല്ലോ. വലിയൊരു ഏരിയ മൊത്തത്തിൽ അങ്ങ് പോയാൽ അത് ലാൻഡ് ഫോൾ. ഒരു വലിയ ഉരുളൻ കല്ലാണ് ഉരുണ്ട് വീഴുന്നതെങ്കിൽ അത് റോക്ക് ഫോൾ. അപ്പോൾ കേരളത്തിൽ ഈ മഴ കിട്ടുന്നത് നമുക്ക് നല്ലതാണെങ്കിലും ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഈ മഴ കാരണമാണ് എന്തുണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ വിളിക്കുന്നത്. നമ്മളിതിനെ വിളിക്കുന്ന, കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഉരുൾപൊട്ടൽ. അത് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഭൂദ്രവ്യ ശോഷണം എന്താണെന്ന് പിടികിട്ടിയേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കാമല്ലോ എന്തൊക്കെയാണ്. അപ്പോൾ മണ്ണിടിച്ചിൽ, ശിലാപതനം, മലകളുടെ നിരങ്ങി ഇറങ്ങൽ, അതാണ് ലാൻഡ് സ്ലൈഡിൻ്റെ മലയാളം. അതുപോലെ ഡിബ്രി ഫ്ലോയും ഇതിനകത്ത് വരും. എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇനി മഴയാണ് ഇതിൻ്റെ കാരണം. അടുത്ത് നോക്കിയടാ, ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതാ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഏറ്റവും വലിയ ഘടകം അത് എത്രത്തോളം ചരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കണക്കനുസരിച്ച് 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി അവിടെയുള്ള മണ്ണിൻ്റെ ആഴം, മണ്ണിൻ്റെ ഘടന, ഭൂവിനിയോഗം, അതുപോലെ നീർച്ചാലുകൾ ഒക്കെ വിന്യാസം എന്ന് വെച്ചാൽ നാച്ചുറലി വെള്ളം ഒഴുകിപ്പോകുന്ന നീർച്ചാലുകളെ ഒരു കാരണവശാലും കൺസ്ട്രക്ഷൻ്റെ പേരിൽ ബ്ലോക്ക് ചെയ്യരുത്. പല സ്ഥലങ്ങളിലും വീട് വയ്ക്കാനും ബിൽഡിങ് വയ്ക്കാനും ഫാക്ടറി വയ്ക്കാനും തോട്ടങ്ങൾ ഉണ്ടാക്കാനും പ്രകൃതിദത്തമായി ഒഴുകുന്ന ഈ നീർച്ചാലുകളുടെ കോഴ്സ്, അതിൻ്റെ ഒഴുക്കിനെ നമ്മൾ തടയുന്നുണ്ട്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാരണമാണ്. ഈ തടയലാണ് പലപ്പോഴും വെള്ളം ചില മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴുകാനും അവിടെ കെട്ടിക്കിടക്കാനും അവിടുത്തെ മണ്ണിനെ വീക്കാക്കാനും നല്ല മഴ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാനും കാരണമാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാരണം. ഓക്കെ, മാത്രമല്ല നമുക്കറിയാമല്ലോ, പെട്ടെന്ന് അതിതീവ്ര മഴ, മേഘവിസ്ഫോടനത്തിലൂടെ ഉണ്ടാകുന്ന ശക്തമായ മഴയൊക്കെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള പാറ പൊട്ടിക്കൽ, അതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതികൾ തന്നെയാണ് പലപ്പോഴും ഉരുൾപൊട്ടലിൻ്റെ കാരണമാവുന്നത്.
അപ്പോൾ ഉരുൾപൊട്ടലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ്? ചരിവ്, മണ്ണിൻ്റെ ഘടന, അതുപോലെ ഭൂവിനിയോഗം, നീർച്ചാലുകളുടെ വ്യത്യാസം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? അശാസ്ത്രീയമായി നമ്മൾ പാറ പൊട്ടിക്കുന്നു. മഴ സമയത്ത് പോയി ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട്സിലെ പരിസ്ഥിതി ലോല മേഖലകളിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു കൂട്ടുന്നത് കുറേ പാവങ്ങളുടെ ജീവനാണ് എന്ത് ചെയ്യുന്നത്, ഇല്ലാതാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഏറ്റവും പ്രധാനം നമ്മൾ അധികാരികളെ തന്നെയാണ് പറയേണ്ടത്. കാശ് വാങ്ങിച്ചുകൊണ്ട് ഇവന്മാർ കാണിക്കുന്ന ഈ പറയുന്ന കൊള്ളരുതായ്മകൾ തന്നെയാണ് ഇതിലോട്ട് എത്തിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ് മെക്കാനിസം എല്ലാം ഊർജിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരം പല പ്രവർത്തനങ്ങളും ഒഴിവാക്കാം, അല്ലേ? അതായത് വീട് വയ്ക്കാൻ പാടില്ലാത്ത ചരിവുള്ള പ്രദേശങ്ങളിൽ വീടിന് ആരാ സാങ്ഷൻ കൊടുത്തേ? അത് അവിടുത്തെ ഈ പറയുന്ന പഞ്ചായത്തും അല്ലേ, അതുപോലെ അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ല പഞ്ചായത്തായിരിക്കൂലേ? എന്തിനാ കൊടുത്തേ? കയ്യിലെ കാശ് വാങ്ങിച്ചിട്ടല്ലേ? വീട്ടുകാർക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവണമെന്നില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനല്ലേ സർക്കാർ സംവിധാനം ഉള്ളത്. അപ്പോൾ അതൊന്നും നേരെ പോകാത്തതാണ്. സത്യത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ ഡേഞ്ചറായിട്ട് മാറാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, അംഗീകരിക്കാം, അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഉരുൾപൊട്ടലിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ലാൻഡിൻ്റെ സ്ലോപ്പ്, ഡെപ്ത്, അതുപോലെ ലാൻഡ് യൂസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്ട്രീംസ്. അതാണ് നീർച്ചാലുകളുടെ ഇതെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘവിസ്ഫോടനവും ഭൂകമ്പമൊക്കെ കാരണമാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് എന്ത്, മൺസൂൺ സമയത്തുണ്ടാകുന്ന അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, മറ്റു കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യും. 22 ഡിഗ്രിക്ക് മുകളിലുള്ള സ്ഥലങ്ങളിലാണ് ഇതുണ്ടാകാൻ സാധ്യത കൂടുതൽ. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറ്റുവാണെങ്കിൽ വീട് വയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പ്രകൃതി നമുക്കനുസരിച്ച് മാറത്തില്ല. നമ്മളെ പ്രകൃതിയാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും മാറ്റിയെടുക്കുന്നത്, അല്ലേ? നമ്മൾ അതിനെ അങ്ങോട്ട് ചൂഷണം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ചടിയായിട്ട് കിട്ടും. സോ ബി കെയർഫുൾ. പറ്റുമെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മനോഹരമായ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ബിഫോർ ഇറ്റ് ടേൺസ് ഇൻ ടു എ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, ഒരിക്കലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടെത്തി പ്രിക്വേഷൻസ് എടുക്കാം, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സിലൂടെ മാറ്റാൻ പറ്റും. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം GIS ഭൂപഠനം നമ്മൾ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണ്. അതിലൂടെ നമുക്ക് ഉരുൾപൊട്ടൽ വരാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്താൻ പറ്റൂലേ? പറ്റും. ആ മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാതിരിക്കാം, കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഇവരൊക്കെ നടത്തുന്ന പഠനങ്ങളും കാര്യങ്ങളും നന്നായി നോക്കുക. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇതിലൂടെ മാത്രമേ നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉരുൾപൊട്ടലിനെ ഫേസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇവിടെ ചോദ്യങ്ങൾ പോയിന്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എഴുതിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതിന് കാരണമാക്കുന്നത്, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഫേസ് ചെയ്യുന്നത്, ഡ്യൂറിങ് ഡിസാസ്റ്റർ എന്ത് ചെയ്യണം, സ്റ്റേ കാം ആൻഡ് ഡു നോട്ട് പാനിക്, അല്ലേ? ഭയം നമ്മളെ കുഴി കൊണ്ട് ചാടിക്കുമെന്നാണ് ദൃശ്യത്തിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ്, ഭയമൊന്നും വേണ്ട, കാം സമാധാനത്തോടെ ചിന്തിക്കുക, വഴി കിട്ടും. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡോറിലുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, പോയി നിങ്ങൾ എന്ത് ചെയ്യുക, ഷെൽട്ടർ എടുക്കുക. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് മാറിപ്പോവുക. സർക്കാർ പറയുന്ന അലേർട്ടുകൾ അല്ലെങ്കിൽ വാർണിങ്ങുകൾ സീരിയസ് ആയിട്ട് എടുക്കുക. സ്റ്റേ അവേ ഫ്രം വിൻഡോസ്, ഡോഴ്സ് ആൻഡ് ഔട്ട്സൈഡ് വാൾസ്. ഇതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാതിരിക്കുക. വന്നു കഴിഞ്ഞാൽ, ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ, കേട്ടിട്ടുള്ളതാണ് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര വലിയ ശബ്ദമൊക്കെ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ മേഖലയിൽ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എസ്കേപ്പ് ആകാനുള്ളൊരു മാർഗം കൂടെ എപ്പോഴും കണ്ടുവച്ചേക്കുക. ഒരു സ്ഥലങ്ങളായിരിക്കാം. പിന്നെ ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഏത് ഭാഗമാണ് പൊളിയുന്നതെന്നൊന്നും നമുക്ക് നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സോ കെയർഫുൾ ആയിരിക്കും. ഡിസാസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആംബുലൻസ് പോലെയുള്ള സഹായത്തിന് പോകുന്ന വണ്ടികളെ തടയാതിരിക്കുക. അതിൻ്റെ ഇടയിൽ ചെന്നിരുന്ന റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഇലക്ട്രിക് ലൈൻസും കാര്യങ്ങളൊക്കെ എവിടെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കുക. നിങ്ങളുടെ അവിടെ എടുത്തൊന്നും നന്നാക്കാൻ നിൽക്കരുത്. ഒരു തവണ ഇത് സംഭവിച്ചാൽ, ലാൻഡ്സ്ലൈഡ് സംഭവിച്ചാൽ അതേ സ്ഥലത്ത് വീണ്ടും അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ വേണമെങ്കിലും വരാം. അതുകൊണ്ട് അവിടെ ആവശ്യമില്ലാതെ അധികാരികളുടെ അടുത്ത് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ നിങ്ങൾ ഒരിടത്തോട്ടും പോകാതിരിക്കുക. ഇഞ്ചുറി പറ്റിയ ആൾക്കാരെ രക്ഷിക്കുക. ഇത് നമ്മളെ മലയാളിയൊക്കെ ഇനി പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം മലയാളിയൊക്കെ പറഞ്ഞിടേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മുടെ മലയാളികൾ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് വിവരമുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലേ? ദുരന്തങ്ങൾ വന്നപ്പോൾ നമ്മൾ കണ്ടു ഓരോ ആൾക്കാർ, അതിലിപ്പോൾ നമുക്ക് ഇന്ന പാർട്ടിക്കാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആർമി വന്നു, അല്ലെ? പോലീസ് വന്നു, നമ്മുടെ നാട്ടിലുള്ളവർ വന്നു, എല്ലാവരും വന്നു. സോ ആ കാര്യത്തിൽ മാത്രം നമ്മൾ മലയാളികൾക്ക് നല്ല ഒത്തൊരുമയുണ്ട്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഭാഗം നിങ്ങളൊരു കൺക്ലൂഷൻ ഭാഗമാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സോ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഈ മനോഹരമായ ചാപ്റ്റർ തീരുന്നു.
ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.